ഹലോ. ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാനിന്നൊരു ചെറിയ സർപ്രൈസൊക്കെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ വ്ളോഗൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇൻട്രോ. അപ്പോൾ ചെറിയൊരു സെലിബ്രേഷൻ, ഞാനും അല്ലും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം, എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ബർത്ത്ഡേയുടെ തലേന്നുള്ള പരിപാടിയാണ് ഈ കാണുന്നത്. അത് ബൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടി ഞാൻ നേരത്തെ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ബൊക്കെ കൊടുക്കണം എന്നൊക്കെ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ബൊക്കെയൊക്കെ ഉണ്ടാക്കി തലേ ദിവസം ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ള പരിപാടികളാണ് ഈ കാണുന്നത്. കുറച്ച് ലൈറ്റിൻ്റെയും കാര്യങ്ങളുടെയും ഒരു ഇഷ്യൂ ഉണ്ടാവും ഈ ഒരു വീഡിയോയിൽ. അത്രയും സക്സസ് ആയിട്ട് എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. എന്നാൽ പോലും ഒരു സന്തോഷപ്രകാരം ഞാൻ എടുത്തതാണ് ഇതെല്ലാം. പിന്നെ അല്ലും ഇങ്ങനെ പറയണേ, അയ്യോ ഇത് വ്ളോഗൊന്നും എടുക്കണ്ട എന്നൊക്കെ. പക്ഷെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാനതൊക്കെ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ പുള്ളി ഓഫീസിലേക്ക് പോണതാണ് ആ കാണുന്നത്. പിന്നെ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിച്ച് കുളി കഴിഞ്ഞിട്ട് വേഗം വന്ന് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. കുറച്ച് ബലൂണൊക്കെ ഉണ്ടായി, അതൊക്കെ വീർപ്പിച്ചൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ അതെല്ലാം സെറ്റ് ചെയ്ത്. അല്ലെങ്കിൽ പിന്നെ അല്ലു വന്നതിനെ പാടല്ലേ എന്ന് വിചാരിച്ചിട്ട്. നേരത്തെ വന്നതിനാൽ പിന്നെ എൻ്റെ പ്ലാനൊക്കെ പൊളിയുമല്ലോ. വലിയ പ്ലാനിങ് ഒന്നുമില്ല, ചെറിയൊരു ഡെക്കറേഷനൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം. അപ്പോൾ പുള്ളി നേരത്തെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ പോയപ്പോൾ ഞാൻ ചോദിച്ച് വരണം എപ്പോഴാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ അല്ലൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക്. പിന്നെ വേഗം ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഡെക്കറേഷനൊക്കെ ചെയ്യാനായിട്ട്, വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ ബലൂണും കാര്യങ്ങളൊക്കെ വീർപ്പിച്ച് ഡെക്കറേഷനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ ഹോളിൽ പോയിട്ട് ഇതൊക്കെ സ്റ്റിക്ക് ചെയ്യാനൊക്കെ നോക്കി. പക്ഷേ ശരിയാവണ്ടായിരുന്നില്ല. ചൂടിൻ്റെ ഇതുകൊണ്ടാണോ എനിക്കറിയില്ല, ഒന്നും ഒട്ടുണ്ടായില്ല. പിന്നെ അതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം എനിക്ക് സെറ്റാവാത്തതിൻ്റെ ഒരു വിഷമമായിരുന്നു. പിന്നെ ഞാൻ നേരെ പോയി പായസമൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ അതിൻ്റെ ടൈം സീനാവൂലെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം അല്ലു വരാനുള്ള ടൈം ആയായിരുന്നു. വേഗം തന്നെ സേമിയ പായസം ഉണ്ടാക്കി. അല്ലുവിന് ഭയങ്കര ഇഷ്ടമാണ് സേമിയ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം ഉണ്ടാക്കിയിട്ട് ഞാൻ ഒട്ടിച്ച് വെച്ച സാധനങ്ങളൊക്കെ പറഞ്ഞു വരുമായിരുന്നു. എന്നിട്ട് പിന്നെയും പോയി ടേപ്പൊക്കെ വെച്ച് ഒട്ടിക്കണതാണ് ഈ കാണുന്നത്. ഒന്നും തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും നടക്കണില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഒരു കണക്കിനെല്ലാം ചെയ്ത് വെച്ച് ഗിഫ്റ്റ് കൊണ്ടുവന്ന് ഞാൻ അവിടെ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതൊന്നും നടക്കണ്ടായില്ല. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഒപ്പിച്ച് അങ്ങനെ നോക്കുമ്പോൾ ആ ലവ് എന്നുള്ളത് പറഞ്ഞു വന്ന് പിന്നെയും കൊണ്ടുപോയി അത് ഞാൻ സ്റ്റിക്ക് ചെയ്യണതാണ് കാണുന്നത്. എന്ത് ചെയ്താൽ ഇരിക്കണില്ല, എല്ലാം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാൻ പോവുമായിരുന്നു. പിന്നെ ഒരു കണക്കിന് വെച്ച് അത് കഴിഞ്ഞ് ഈ ബുക്കിനെ കൊണ്ടുവന്ന് അവിടെ വെക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് നല്ലതാണെന്ന് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ ഞാൻ ഫോട്ടോ ഞാൻ സൈഡിലേക്ക് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞതേ ബലൂണും കാര്യങ്ങളും വെക്കും, അത് പറന്നു. പിന്നെയും കൊണ്ടുവന്ന് വെക്കും, അത് പറന്നു. അങ്ങനെയായിരുന്നു. പിന്നെ AC ഇട്ടേക്കണം, എന്തായാലും പറക്കുമായിരുന്നു. പിന്നെ ഞാനത് വിട്ട് താഴെ കുറേ ഇങ്ങനെ വെറുതെ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും ഇത്രയും തന്നെ ഉള്ളൂ. വലിയ സെറ്റപ്പിലൊന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. ഇത്രയും തന്നെ ചെയ്തത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അല്ലു എന്തായാലും പ്രതീക്ഷിക്കൂല, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാനൊരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ ഇരിക്കുകയാണ് ഇങ്ങനെ. അല്ലുവിനിങ്ങനെ വല്ല ഡെക്കറേഷനും കാര്യമൊന്നും ഇഷ്ടമല്ല. ഒരു ആഗ്രഹപ്രകാരം ഞാൻ ഇങ്ങനെയൊക്കെ ഓരോന്നും ചെയ്ത് വെച്ചേക്കണതാണ്. അപ്പം ഇപ്പം തന്നെ വരും, ഒരു 10 മിനിറ്റിനുള്ളിൽ ആളൂടെ എത്തും. എന്തായിരിക്കും ചെറിയ ഗിഫ്റ്റൊക്കെ കരുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, നോക്കട്ടെ എന്താവും, സർപ്രൈസ് ആവുമോ എന്താ എനിക്കറിയില്ല. വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന് ഞാൻ മാക്സിമം നോക്കും, എടുക്കാൻ പറ്റുമോ ഇല്ലേന്ന്. എനിക്ക് ടെൻഷനായിട്ടൂടെ വേറൊന്നുമല്ല, ആഗ്രഹിക്കുന്ന ഒരു സാധനം വാങ്ങിയപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. എന്നാൽ പോലും പുള്ളി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടോ, അതോ ഞാൻ ഇന്നലെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാനൊന്നും വാങ്ങിയിട്ടില്ല,
സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ എടുക്കാനുള്ള ഒരു ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വെറുതെ എടുക്കാം, നോക്കാം എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്ത് നോക്കണേണ്. കാരണം ഒന്നും ശരിയാവണ്ടായില്ല. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആകെ കൊള്ളാവായിരുന്നു. പിന്നെ ആകെ ടെൻഷൻ അടിച്ച് കുറേ ടൈം എൻ്റെ ബാക്കി ഇങ്ങനെ പോയി. അപ്പോൾ നോക്കട്ടെ, വരുമ്പോൾ എന്താവുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇൻഷാല്ലാ ഞാൻ കാണിച്ചു തരാമല്ല. അങ്ങനെ വീടെത്തി. വരുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം അപ്പോൾ സർപ്രൈസ് പൊളിയുമല്ലോ. എന്താണ് ഇങ്ങനെ വീഡിയോ എടുക്കണേന്നൊക്കെ വിചാരിക്കൂലേ. സത്യം പറയാതെ കണ്ട മനസ്സിലാവും പുള്ളി ആകെ ഷോക്കടിച്ച പോലെ നിൽക്കുന്നുണ്ട്. പുള്ളിക്ക് സർപ്രൈസ് ആയി, എന്തായാലും എനിക്കത് സന്തോഷമായി. പക്ഷെ ഗിഫ്റ്റ് എപ്പോഴും കണ്ടിട്ടില്ല. രസമല്ലേ നോക്ക്. മെഴുകുതിരി കിടക്കണ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല സത്യം പറഞ്ഞാൽ. അത് പുള്ളി വന്നതിന് ശേഷമായിരുന്നു ഞാൻ കണ്ടത്. അപ്പോഴാണ് പുള്ളി എന്നോട് ചോദിക്കണത് ഇതെന്താ ഇവിടെ ഇങ്ങനെ കിടക്കണേ. അപ്പം ഞാൻ എന്തോ പറഞ്ഞതോ ഒഴിഞ്ഞായിരുന്നു, കാരണം എനിക്ക് പറയാൻ പറ്റൂലല്ലോ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാന്നൊക്കെ. അപ്പോൾ അതാണ് അങ്ങനെ പറയണത്, നീ എന്തോ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നി എന്ന്. അതാ ബൊക്കെ ഉണ്ടാക്കിയതിൻ്റെ കാര്യം പറയണേ. പിന്നെ ഇതേ ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അതൊക്കെ എവിടെ നിന്നാണ് വാങ്ങി, ഇതൊക്കെ പൊപ്പിച്ച്, ഇതൊക്കെയാണ് പുള്ളി ചോദിക്കണത്. എന്നിട്ടും പുള്ളി ആ ഗിഫ്റ്റ് തുറന്നിട്ടില്ല കേട്ടോ. ഞാൻ അതിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. പുള്ളി ചോദിക്കണ്ട അതെന്താ എന്നൊക്കെ. അതായിരിക്കും നല്ലത്. അത് ഞാൻ പറപ്പിക്കോളാം. നോക്ക്. പേരൊന്നും അടിക്കണില്ല അവര്. ഇഷ്ടമായി അന്ന് വേഗം തന്നെ ഇട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കണോണ്ടാണ് പുള്ളി അത്ര എക്സ്പ്രഷൻ കാര്യങ്ങളൊന്നും കാണിക്കാത്തത്. ഞാൻ വീഡിയോ ഓഫ് ചെയ്തപ്പോൾ ഇവിടെ കിടന്ന് തുള്ളി ചാടണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോൾ സമ്മതിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിത് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേക്ക് കട്ട് ചെയ്തു. അത് കഴിഞ്ഞത് കുറച്ച് പായസം ഉണ്ടാക്കിയായിരുന്നല്ലോ, പായസമൊക്കെ കുടിച്ചു, ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പായസമൊക്കെ ഇഷ്ടമായി എന്ന് പറയണതാണ് കേട്ടോ. അത് പുള്ളിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുണ്ടാക്കിയപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഇതൊക്കെ വാങ്ങിയതും അറേഞ്ച് ചെയ്തതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചറിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയായപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് വാങ്ങാൻ പോയതാണ് കേട്ടോ. അവിടെ ഇരുന്ന് കഴിച്ചില്ല. റൊമാൻസിൽ പോയിട്ട് ഫുഡ് വാങ്ങി, കാരണം വെക്കാൻ പറ്റിയില്ല എനിക്ക്. പിന്നെ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരുന്നതുകൊണ്ട് പിന്നെ വെച്ചില്ലായിരുന്നു. നൈറ്റ് വെക്കാന്നുള്ള പരിപാടിയിലായിരുന്നു ഇരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സംഭവം വാങ്ങി, ടിക്ക ബിരിയാണി. അപ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളായിരുന്നു കേട്ടോ അതിന്. അത് കഴിഞ്ഞതേ നമ്മൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് നേരെ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇതൊരു ചെറിയ വ്ളോഗായിരുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ കൂടുതൽ സപ്പോർട്ടായിരിക്കും. പിന്നെ അടുത്ത വ്ളോഗായിട്ട് ഇനിയും വരാം. അപ്പോൾ ഓക്കെ, ബൈ.